ബൈനോക്കുലർ ടോക്സിൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് ഒരു കുഞ്ഞൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഇടുക്കി ജില്ലയിലുള്ള ഒരു സ്ഥലം കേട്ടോ. എൻ്റെ പേര് കറുവാക്കുളം. ഒരു കുഞ്ഞു സ്ഥലം. ഈ ഒരു കുളത്തിനെ ചുറ്റപ്പെട്ട് കുറേ വീടുകൾ, അതായത് ഒരു 150ഓളം വീടുകൾ. അവിടുത്തെ ഒരു ചേട്ടൻ ഞാൻ ഈ ചേട്ടനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചത്, ഇവരൊക്കെ ഇവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്നത്. ഇവരുടെ അച്ഛൻ ആണ് ഇവിടെ താമസിക്കാൻ വന്നത്. കഴിഞ്ഞ് ഇദ്ദേഹമായി അങ്ങനെ 100-150 കുടുംബങ്ങളുണ്ടെന്നും പറഞ്ഞു. പിന്നെ ഇവരൊക്കെ ഇവരുടെ എല്ലാ സ്ഥലങ്ങളും മിക്കവാറും എല്ലാവർക്കും തമിഴ്നാട്ടിൽ തന്നെയാണ് ഇവരുടെ വരവ് സ്ഥലങ്ങൾ. തേനി, കമ്പം, അങ്ങനെ സ്ഥലങ്ങളിൽ നിന്ന്. വേറെ എന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് നമ്മുടെ തമിഴ്നാട്ടിൽ കാണുന്ന പോലെ ഒരു എന്താ പറയുന്നത്, ചില സ്ഥലങ്ങൾ ഈ ശുചീന്ദ്രമൊക്കെ പോയി കണ്ടിട്ടില്ലേ? ചില സ്ഥലങ്ങളിൽ ഒരു വലിയൊരു കുളവും അതിന് ചുറ്റും കുറേ വീടുകളും. ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ. പക്ക തമിഴ്നാടാന്നേ പറയുള്ളൂ. വീടുകളും അങ്ങനെ എല്ലാം. അവിടെ ഒരു കുഞ്ഞമ്പലമുണ്ട്. അത് ചൊവ്വയും വെള്ളിയാഴ്ചയും മാത്രമേ തുറക്കത്തുള്ളൂ. ആ അമ്പലത്തിൻ്റെ ഭാഗമാണ് ഈ കുളം എന്ന് പറയപ്പെടുന്നത്. ഇതിനകത്തെ വെള്ളം ഒരു സമയമാകുമ്പം തീർത്തും അധികം പറ്റിപ്പോവും. അതായത് ഏലകൃഷിയുടെ ആവശ്യത്തിന് ഈ വെള്ളം അവർ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് കുറേ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, ഈ കുളത്തിനെയൊക്കെ ബേസ് ചെയ്ത്. എല്ലാം പഴയ വീടുകളാട്ടോ. ഒരു പുതിയതായിട്ടെന്ന് പറയാനായിട്ട് വിരലിൽ എണ്ണാവുന്ന 1-2 വീടുകളേ ഉള്ളൂന്നാണ് പറഞ്ഞത്. ബാക്കിയെല്ലാം പഴയപോലെ തന്നെയാണ്. കൂടുതലും ഈ 2 നിലയൊക്കെ ആയിട്ട് പൊക്കത്തിൽ കാണുന്നതെല്ലാം പഴയ ഏലക്ക സ്റ്റോറുകളായിരുന്നു. പഴയ ഏലക്ക സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഏലക്ക ഉണക്കാൻ ഉപയോഗിച്ചിരുന്ന പണ്ടത്തെ സംവിധാനമായിരുന്നു. ഇപ്പം മെഷീനറിയൊക്കെ വന്നതുകൊണ്ട് ഇപ്പോൾ ഈ സംഭവം ഉപയോഗിക്കണില്ല. അതുമല്ല, ഇത് ഒരു ഭയങ്കര ഭാരിച്ച ജോലിയായിരുന്നു ഇങ്ങനത്തെ സ്റ്റോറിൽ നടക്കുന്നത്. അങ്ങനെ ഒരു സ്റ്റോർ വീടാക്കിയതുണ്ട്. അത് നമുക്ക് കാണാവേ. പിന്നെ ഈ പഴയ സ്റ്റോർ അറിയാൻ മേലാത്ത ആൾക്കാർക്ക് ഇത് എത്രമാത്രം മനസ്സിലാവും എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. ഞാനൊക്കെ പിന്നെ കുഞ്ഞിലേ ഇത് കണ്ടേക്കുന്നതുകൊണ്ട് നമുക്കത് പറഞ്ഞു കാണിക്കാനേ പറ്റുള്ളൂ. ദേ ഇതൊക്കെ പഴയതാ. ഇതൊക്കെ പൊളിഞ്ഞ് പോയി കിടക്കുന്നതാ. ഇവിടൊന്നും താമസക്കാരൊന്നുമില്ല. ദേ ഇതുപോലത്തെ വലിയ കരിങ്കൽ മതിലുകളാട്ടോ നിർമ്മിച്ചേക്കണം. മൊത്തം കരിങ്കല്ലിലാ. മിക്കവാറും കെട്ടിടങ്ങളും നിർമ്മിച്ചേക്കണ കരിങ്കല്ലിലാ. ദേ ആ സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹം ഒരു പഴയ സ്റ്റോറ് മേടിച്ച് വീടാക്കിയേക്കുന്ന. എന്നോട് പറഞ്ഞു, "വാ നമുക്ക് കാണാമെന്ന്" പറഞ്ഞ് എന്നെ വിളിച്ചതാ. അതൊക്കെ പുള്ളിയുടെ പ്രോപ്പർട്ടിയാ. അവരുടെ മതിലിനകത്തോട്ട് കേറി കഴിഞ്ഞാൽ അപ്പറയും ഇപ്പറയും ചെറിയ ചെറിയ വീടുകളാ. അതെല്ലാം അവരുടെ സ്വന്തമാട്ടോ. ദേ ഇതൊരു പഴയ ഏലക്ക സ്റ്റോറാ. കണ്ടോ? അതിന് 2 നില, 2 അല്ല 3 നിലയുണ്ട്. അതിനകത്തോട്ട് കേറിയാ അറിയാം. ചെറിയ ഇടുങ്ങിയ മുറിയാ. ഇത് സ്റ്റോറിന്റെ മച്ചാ കേട്ടോ. ഇതിന്റെ മേളിലാണ് കായൊക്കെ ഉണക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉള്ളത്. ഇതവർ അടുക്കളയാക്കി. ഇത് പണ്ട് സൂക്ഷിച്ചിരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞത്. ഇത് കണ്ടോ? ആ സ്റ്റെയർ കയറി മേളിലോട്ട് പോകണം. ഈ വലിപ്പം കുറഞ്ഞതും ഇടുങ്ങിയതുമായ കൊച്ചു മുറികളാട്ടോ. ഒക്കെ നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് കണ്ടേ? ഇത് അതിൻ്റെ പൈപ്പൊക്കെ, അതായത് പണ്ട് ചൂടൊക്കെ കയറാൻ വേണ്ടി പൈപ്പൊക്കെ ഇട്ടിരുന്ന സ്ഥലങ്ങളാണ്. ഇതാ സ്റ്റോറ് വരുന്ന സാധനം ഇതാ. തറയെല്ലാം ചവിട്ടിയേക്കുന്ന നിൽക്കുന്ന സ്ഥലമൊക്കെ നെറ്റടിച്ചേക്കുന്നതാണ്. ഇത് കണ്ടോ തട്ട്? ഇവിടെയൊക്കെ ഏലക്ക നിരത്തിയിട്ട് ഉണങ്ങിക്കൊണ്ടിരുന്നത്. ആ കാണുന്ന അടപ്പില്ലേ? അത് ചൂട് കയറാൻ വേണ്ടി വെച്ചിരുന്നു. അതിനകത്തൊരു പൈപ്പ് വെച്ചിരുന്നു. താഴത്തെ റൂമിനകത്ത് ചൂട് വന്ന് നിറഞ്ഞിട്ട് ആ ചൂട് പൈപ്പ് വഴി ഇതിന് മേളിലോട്ട് വരും. അങ്ങനെയാണ് ഈ ഏലക്ക പണ്ട് ഉണങ്ങിക്കൊണ്ടിരുന്നത്. അന്ന് നല്ല സമയം എടുത്തിരുന്നു ഉണങ്ങാൻ. ഇത് കണ്ടോ? അത് ആ തറകശം കണ്ടോ? ചെറിയ ചെറിയ പട്ടികയിൽ അടിച്ചിട്ട് ആ പട്ടികയിൽ കൂടെ നെറ്റടിച്ചേക്കുവാ ചൂട് കയറാൻ വേണ്ടി. കണ്ടോ? വെട്ടം കാണുന്നത് കണ്ടോ? താഴത്തെ ആ റൂമിനകത്തായിരുന്നു ചൂട് വന്ന് നിറയുന്നതേ. ചൂട് വന്ന് നിറഞ്ഞിട്ട് ഈ റൂമിനകത്ത് രണ്ടിനകത്തും ഇതിന് മേളിൽ ഒരു ഇതുണ്ട് കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ അടുപ്പിച്ചടിച്ച് പട്ടിക അടിച്ചിട്ട് അതിൽ നെറ്റ് അടിച്ചേക്കുക. അങ്ങനെ ചൂട് നിറച്ചിരുന്നത്. ഇത് ആ മേളത്തെ നിലയോട്ട് കയറാനുള്ള ഒരു വഴിയാണ്. മേളത്തെ നിലയ്ക്ക് ഇത് കേട്ടോ ഇത്രയും പൊക്കേ വരത്തുള്ളൂ കേട്ടോ. ഈ തറയിലെല്ലാം ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. ഈ നെറ്റ് അടിച്ചേക്കണ തറയിൽ മൊത്തം ഏലക്ക നിരത്തിയിട്ട് ഉണങ്ങും. ഈ ചൂടും അതുപോലെ നിൽക്കാൻ വേണ്ടിയാണ് മേൽവശം 2 സൈഡാവും 2 ഇത് കട്ടിക്കാണ് മരച്ചടിച്ചേക്കുന്നത് കേട്ടോ. പിന്നെ പലക നിരത്തി അടിച്ചിട്ടുണ്ട്. ചുറ്റും കല്ലിൻ്റെ ഭിത്തിയാണ്. വെട്ടക്കുറവായതുകൊണ്ട് നമുക്ക് ഇത്രയൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഇവരത് പോവാതെ ഇപ്പോഴും സൂക്ഷിച്ചേക്കണം. താഴത്തെ ആ ഒരു നില മാത്രമേ അവർ വീടാക്കി എടുത്തിട്ടുള്ളൂ. ബാക്കി ഇതിപ്പോഴും സ്റ്റോർ പോലെ തന്നെ കിടക്കുക. അതുകൊണ്ട് ഇങ്ങനത്തെ കുഞ്ഞ് സ്റ്റെയർ കേസുകൾ തടിപ്പെടുന്നത്. ഇതായിരുന്നു ഇതിൻ്റെ പൈപ്പ് ഇരുന്ന റൂം, അതായത് ചൂട് വന്ന് നിറയുന്ന റൂം. ഇതായിരുന്നു ഇതിൻ്റെ അടുപ്പ്. ഇത് അടുപ്പിൽ ഈ സൈസ് വിറക് കഷ്ണങ്ങളാണ് ഉപയോഗിച്ചത്. വലിയ വിറക് കഷ്ണം വെച്ച് കത്തിച്ച് ആ പൈപ്പ് ചൂടാക്കി. ആ പൈപ്പ് ചൂടാകുന്ന ചൂടിനെ മേളിലോട്ട് വലിച്ച് അങ്ങനെ കായ ഉണക്കിയിരുന്നത് ഏലക്ക. പ്രത്യേകിച്ച് ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു എന്താ പറഞ്ഞ ഒരു അഗ്രഹാരത്തിൻ്റെ ഒരു ഇതൊക്കെ തോന്നുന്നതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ എടുത്തത് കേട്ടോ. പിന്നെ ഞാൻ കുഞ്ഞിലേ തൊട്ട് കാണുന്നതുകൊണ്ട് നമുക്ക് പണ്ട് തൊട്ടേ ഇത് അറിയുകയും ചെയ്യും. ഇത് അവരുടെ ജലസേചന പദ്ധതി അവരതാ അപ്പുറത്ത് കാണുന്ന മലയ്ക്ക് അപ്പുറത്തുനിന്ന് ഓസ് ഇട്ടേക്കുന്നതാണ്. വെറുതെ അവിടെ വെള്ളം ഒഴുകുന്ന ഓസ് ഇട്ടേക്കുന്നത്. അതായത് എല്ലാ ദിവസവും എല്ലാ സമയത്തിലും അവിടെ വെള്ളം ഉണ്ടാവും. മോട്ടോർ സംവിധാനങ്ങളൊന്നും വെച്ചല്ല അവർ വെള്ളം എടുക്കുന്നവർ. ഇതാണ് നമുക്ക് എല്ലാ സമയത്തും ഇതുപോലെ വെള്ളം കാണാൻ പറ്റുകയില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ നല്ല വേനലൊക്കെ കഴിയുമ്പോൾ വെള്ളം പറ്റിപ്പോവും. അതുപോലെ ഏലച്ചെടിയുടെ ആവശ്യത്തിന് ഇവർ എടുക്കുകയും ചെയ്യും.
ആ 2 നില ആ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം പഴയ സ്റ്റോറുകളാണ്. കണ്ടോ? ഇതെല്ലാം ഇപ്പോൾ ഒരു വീടായിട്ട് ഉപയോഗിക്കുന്നു. ആ പുക പൊങ്ങുന്നത് ഇപ്പോഴത്തെ പുതിയ സ്റ്റോറാ. അവിടെ കായ ഉണങ്ങുന്നുണ്ട്. അതാ പുക വന്നുകൊണ്ടിരിക്കണേ. ഇത് ശരിക്കും പറഞ്ഞാൽ കടശിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വന്ന് കയറണം. കറുവാക്കുളം എന്ന് നെറ്റിലടിച്ചാലും നമുക്ക് പോവാം. യാത്ര ചെയ്യുന്നവർ, ആ വഴിക്കൊക്കെ യാത്ര ചെയ്യുന്നവരൊന്ന് ഒന്നിറങ്ങി കണ്ടു നോക്ക്. ഒരു തമിഴ്നാടൻ കുഞ്ഞു ഗ്രാമം നമ്മുടെ കേരളത്തിൽ, അല്ല ഇടുക്കി ജില്ലയിൽ ഏലത്തോട്ടത്തിൻ്റെ നടുവിൽ ഇങ്ങനൊരു സംഭവമുണ്ട്. ഈ കുളത്തിന് ചുറ്റുമാണ് ഇവരുടെ എല്ലാ വീടുകളിലോട്ടും വഴി. വേറെ പുറത്തുനിന്നല്ല. ഈ കുളത്തിൻ്റെ ചുറ്റുവട്ടത്തും വഴികൾ വന്നു ചേരുന്നു. എല്ലാ വീടുകളിൽ നിന്നും ആ കുളത്തിൻ്റെ അങ്ങോട്ട് അവർ ഇറങ്ങി വരുന്നത്. കറുവാക്കുളത്തിൻ്റെ വിശേഷങ്ങളായത് കേട്ടോ. പേര് തന്നെ കേട്ടല്ല, കറുവാക്കുളം. എല്ലാ വീടുകളും വഴി വന്നു ചേരുന്നത് ആ കുളത്തിൻ്റെ അടുത്തോട്ടാണ്. ഇതെല്ലാം ഇതുപോലെ തന്നെ ഇടുങ്ങി ഇടുങ്ങി ചെറിയ തെരുവും കുഞ്ഞു കുഞ്ഞു വീടുകളുമായിട്ട് ഈ വഴിയെല്ലാം വന്നു ചേരുന്നത് കുളത്തിൻ്റെ അവിടെ. അപ്പം ഇതാണ് കറുവാക്കുളത്തിൻ്റെ വിശേഷം കേട്ടോ. വേറെ ഒരു പുത്തൻ വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും ബൈ.